പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തിനാ കർത്താവിൻ്റെ പുനരുദ്ധാരത്തെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മളുടെ ഒരു ലാസ്റ്റ് ചാപ്റ്ററാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ. എന്താ അത്? അതൊരു നീണ്ട ചാപ്റ്റർ, നിത്യമായ ഒരു ചാപ്റ്റർ, അധ്യായമാണ്. നിത്യത വരെ കർത്താവിൻ്റെ കൂടെ. ഞാൻ എപ്പോഴും ചിന്തിക്കുക അതിനെക്കുറിച്ച്. സെൻറ്റ് പോളാണ് ശരിക്കും പത്രോസിനേക്കാൾ കൂടുതൽ പുനരുദ്ധാനത്തെക്കുറിച്ച് ചിന്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് സെൻറ്റ് പോൾ സംസാരിക്കുന്നത് വളരെ ക്ലിയറാണ്. അത് പല വിഷയങ്ങൾക്ക് സമാധാനം തരണ കുറേ വാക്കുകൾ, പല വിഷയങ്ങൾക്കും. ഇപ്പോൾ ചിലർ പറയത്തില്ലേ, എന്നാ തോന്നിവാസം വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം ഇല്ലേ, 1, 2, 3 കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച് വേറെ ആൾ. ഇപ്പം നമ്മളതൊക്കെ സ്റ്റൈലായിട്ട് വരികയല്ലേ. സോഷ്യൽ മീഡിയ ഉള്ളപ്പോഴും ഓരോരുത്തർ കാണിക്കുന്നത് കേമത്തരങ്ങളൊക്കെ. ഒരു ജീവിത പങ്കാളിയെയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അതായത് എന്നിട്ട് തന്ത്രപരമായിട്ട് നിയമപരമായിട്ട് രക്ഷപ്പെട്ടിട്ട് വീണ്ടും വേറെ ഒരു ആളെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിച്ച് ഇങ്ങനെ പിന്നെ അതിനെ ഉപേക്ഷിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. കല്യാണരാമന്മാർ അങ്ങനെ പലതരത്തിലുള്ള കസർത്തുകൾ സമൂഹത്തെ കാണിച്ച് ദുർമാതൃക കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലാന്തരത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതൊരു സമൂഹത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് മാറും, മരണ സംസ്കാരമായി മാറും ആത്മാവിനെ. അതായത് അത് അംഗീകരിക്കപ്പെട്ടു അറിയാതെ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതെല്ലാം കടന്നു പോവുകയാണ്. സോപ്പിട്ട് കഴുകിയ പോകുന്ന ഒരു ജീവിക്ക് വേണ്ടിയാണ് ഈ ഭൂമി ഇപ്പോൾ ഒളിച്ചിരിക്കണമെന്ന് ഓർക്കണം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. കൊറോണ ഒരു സുവിശേഷം പോലെ നമ്മളങ്ങ് പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കണം. കാര്യം ഇതിൻ്റെ അപ്പുറത്തെല്ലാം ഒരു ജീവിതം. ഞാൻ ചില സമയത്ത് കർത്താവിൻ്റെ വചനം വായിക്കുമ്പോഴേ അവരെ കണ്ടവർ മുഖം തിരിച്ച് കളഞ്ഞെന്നൊരു വചനമുണ്ട്. ഐസയ 53 ഐസയ 53:2. അവൻ ദുഃഖവും വേദനയും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ മുഖം തിരിച്ച് കളഞ്ഞു. ഇതാണ് നമ്മൾ ഈ ഉടമ്പടി ധ്യാനം തന്നെ വീണ്ടും ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കും. അവൻ ദുഃഖവും വേദനയും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ. ഐസയ 53:3. അവനെ കണ്ടവർ മുഖം തിരിച്ച് കളഞ്ഞു. അതാണ് കർത്താവിൻ്റെ കാലത്തെ ഒരു സമൂഹം. വേദന, ദുഃഖം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ചെയ്യണ പരിപാടി എന്താ? മുഖം തിരിച്ച് കളയുക. മുഖം തിരിച്ച് കളഞ്ഞു. നിസ്സാര കാര്യമല്ലത്. ഈ സമൂഹം തന്നെ അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. എവിടെയെങ്കിലും വേദന ഉണ്ട്, രോഗമുണ്ട്, ഉടനെ അത് കാണുന്ന ആൾക്കാർ എന്തു ചെയ്യും? ഉടനെ മുഖം തിരിച്ച് കളയും. അത് ഐസയ കർത്താവിന് 700 കൊല്ലം മുമ്പ് നടന്ന സംഭവം. സഹനദാസനെക്കുറിച്ച് പറയുന്നതാണ്. രക്ഷകൻ്റെ പ്രവചനങ്ങളിൽ ഒന്നാണത്. സഹനദാസൻ, സഫറിംഗ് സർവൻറ്റ്. പക്ഷേ കർത്താവിൻ്റെ കാലത്തോ തന്നെയാണല്ലോ അവസ്ഥ. സമരയക്കാരൻ എങ്ങനെയാണ് കർത്താവ് സമരയക്കാരൻ്റെ വേഷമെടുക്കേണ്ടി വരണത്? കാര്യം ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന മനുഷ്യൻ കൊള്ളക്കാരുടെ കൈകൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ലൂക്കാ 10-ാം അധ്യായത്തിൽ വായിക്കണില്ലേ, അവനും പീഡിതനായി വേദനയും ദുഃഖവും നിറഞ്ഞവനായി. അതിലെ കടന്നുപോയ ലേവായന പുരോഹിതനെ കുറിച്ച് പറയണത് എന്താണ്? ഇത് തന്നെയാണ്. പീഡിതനായ വ്യക്തി വേദനയും ദുഃഖവും നിറഞ്ഞവനാണ്. പക്ഷെ അവനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയി. വേദനയോടും ദുഃഖത്തോടും മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ മൗലിക ഭാവം മുഖം തിരിച്ച് കളയാളതാണ്. ഈ മുഖത്തെ തിരിച്ചു കൊണ്ടുവന്നത് ആരാണ്? കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാശിയുടെ മാനവ സമൂഹങ്ങളുടെ വേദനയെ, ദുഃഖത്തെ കണ്ടിട്ട് മുഖം തിരിച്ച് കളയുന്ന ഒരു മനുഷ്യ സമൂഹത്തെ, മനുഷ്യരാശിയെ
ആ വേദനയിലേക്കും അപരൻ്റെ വേദനയിലേക്കും ദുഃഖത്തിലേക്കും തിരിഞ്ഞുപോയ മുഖത്തെ നേരെ കൊണ്ടുവന്ന് അഭിമുഖമാക്കി വെച്ചത് വേദനയ്ക്ക് മനുഷ്യൻ്റെ മുഖത്തെ അഭിമുഖമാക്കിയവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് യേശു ക്രിസ്തു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വേദനപ്പെടുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നമ്മുടെ മുഖം തിരിച്ചു വെക്കണില്ലേ, അതിനാണ് പൗലോസ് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയണത്. പൗലോസ് പല കാര്യങ്ങളെ പറയുന്നുണ്ട്. അതിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രതിഫലിപ്പിക്കുന്ന കുറേ ജീവിത സാഹചര്യങ്ങളുണ്ട്. വേദന എവിടെയുണ്ടോ, ദുഃഖം എവിടെയുണ്ടോ, പരിത്യക്തത എവിടെയുണ്ടോ, അവിടെയെല്ലാം എന്തിനുള്ളതാണ്? നമ്മുടെ മുഖം അങ്ങോട്ട് ദൈവനാമത്തിൽ തിരിക്കാനുള്ളതാണ്. അതാണ് ക്രിസ്തുവിൻ്റെ. ഇപ്പോൾ റോമ 8:9 എഴുതിയിട്ടുള്ളത്, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേദനയുള്ള സ്ഥലങ്ങളിൽ ഒരു രോഗി, ഒരു പീഡിതൻ, ഒരു തകർച്ച വന്നവൻ, അവനിലേക്ക് മുഖം തിരിച്ച് നമ്മൾ മുഖം അഭിമുഖമാക്കി വെക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്, അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ, മനസ്സിലിരിപ്പിനെ, അതിൻ്റെ പേരാണല്ലോ വചനമെന്ന്. വചനത്തെ ആര് സംസ്വീകരിച്ച് നടപ്പിൽ വരുത്തുന്നുവോ, ഹീസ് ഹാവിങ് ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. അവനാണ് കർത്താവിൻ്റെ ആത്മാവുള്ളവൻ. അവൻ ആരാണെന്നാണ് പറയണത്? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, 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 അങ്ങയുടെ മനസ്സിലിരിപ്പ്, അങ്ങയുടെ മനസ്സിൽ അഥവാ തിരുവചനങ്ങള് വായിച്ച് ഗ്രഹിച്ച് അന്വേഷണീയമായി ക്ലേശങ്ങളുടെ നേരെ എന്റെ മുഖം ഞാൻ തിരിച്ച് കർത്താവിന്റെ ആത്മാവുള്ളവനായി മാറുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങേക്കുള്ളവനായി മാറുന്നുവെന്ന സത്യാവസ്ഥയെ ഞങ്ങള് ജീവിതത്തില് നടപ്പിൽ വരുത്തുവാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ ഈ സമൂഹത്തിൽ നമ്മൾ കുറഞ്ഞ കാലം, മേ ബി ഒരു 2 വർഷം കൊണ്ടെന്നാണ് നമ്മൾ കുറേ പീഡകൾ, സാമൂഹ്യ ദുരിതങ്ങൾ അനുഭവിച്ചു. 2-3 വർഷത്തിനുള്ളിൽ നിപ്പ വൈറസ് വന്നു. അതിൽ കുറച്ച് പേര്, നമ്മുടെ ആൾക്കാർ 17 പേര് മരിച്ചു. ഇല്ലേ? നിസ്സാരമാണോ നമ്മുടെ കേരളത്തിൽ? ആ കുടുംബത്തിൻ്റെയൊക്കെ ഇന്ന് അവസ്ഥ എന്തായിരിക്കും? കുടുംബനാഥന്മാരാണ് മരിച്ചതെങ്കിൽ ആ കുടുംബത്തിൻ്റെയൊക്കെ അനാഥാവസ്ഥ എന്തായിരിക്കും? അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉടനെ 2 പ്രളയങ്ങൾ വന്നു. ഇപ്പോഴത്തെ നമ്മൾ ക്വാറൻറ്റൈനിലാണ്. ഇങ്ങനെ പൊതുസമൂഹവും വ്യക്തികളും ഇപ്പോഴ് വേദനയോടെ കടന്നു പോകുകയാണ്. ഇത്രയും ദുരിതങ്ങൾ ഈ ജനം മുഴുവൻ അനുഭവിച്ചിട്ട് ഇന്ന് വരെ സഹജീവിയെ സഹായിക്കാത്ത ആൾക്കാരുണ്ട്. ഒന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. ഇത്രയും 3 എല്ലാവരും ചിന്തിക്കണത് എന്ത് സർക്കാർ എനിക്ക് തരും എന്നാണ് ചിന്തിക്കണത്. എന്ത് പഞ്ചായത്തിൽ നിന്ന് കിട്ടും, എന്ത് പള്ളിയിൽ നിന്ന് കിട്ടും, സർക്കാർ ഞാൻ എന്ത് കൊടുത്തു എന്നാരും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 4 ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. നിൻ്റെ സഹജീവിക്ക് നീ എന്ത് കൊടുത്തു? നീ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തു? നീ എങ്ങനെ അവരുടെ വേദനയും ദുഃഖവും കണ്ടോ? അതോ നീ മുഖം തിരിച്ച് കളഞ്ഞോ? എന്നാൽ നീ ക്രിസ്തുവിനുള്ളവനല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു രസം കേട്ടു. കാര്യം പ്രളയത്തിന് സർക്കാരിന് കൊടുത്ത സംഭാവന കൊടുത്ത ചെക്കുകളിൽ 6 കോടിയോളം വണ്ടി ചെക്കായിരുന്നെന്ന്. എനിക്കറിയത്തില്ല, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് ഈ വിഷയം വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ചെയ്യുമോ? ചെയ്യുമെങ്കിൽ ഗവൺമെൻറ് എന്തുകൊണ്ട് അതിന് ആക്ഷൻ എടുക്കണില്ല? ആ ചെക്കുകളെല്ലാം, വണ്ടി ചെക്കുകളെല്ലാം അതാത് വ്യക്തികളുടെ പഞ്ചായത്തിൽ അയച്ചു കൊടുക്കണം. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ നല്ല ആളായിട്ട് ചമയുകയും അതേസമയം തന്നെ സമൂഹത്തിനെ പറ്റിക്കുകയും ചെയ്യുക. അർത്ഥ കൈക്ക് ഒപ്പിതക്കാത്ത ആൾക്കാർ.
അതായത് ഈ ക്രിസ്തുവിൻ്റെ ചൈതന്യം എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രാവർത്തികമാകേണ്ടതെന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛാ ദുഷ്ടന് ഇങ്ങനെ ഇവിടെ പന പോലെ വളരണുണ്ടല്ലോ എന്ന് പറയും. ഇപ്പം കൊടുത്താലും എന്താ പ്രയോജനം, കൊടുത്തില്ലേലും എന്താ പ്രയോജനം? കർത്താവ് അല്ല അവസാനം എല്ലാവരോടും ക്ഷമിക്കുമ്പോൾ എല്ലാം തീർന്നില്ലേ? ഇങ്ങനെ കുറേ ആൾക്കാർ ധരിച്ചു വച്ചിട്ടുണ്ട്. കാര്യം 5 പെണ്ണ് കെട്ടി താമസിച്ചിട്ട് 4 വഴിയാധാരമാക്കി കണ്ടവൻ്റെ മുതൽ പിടിച്ചു പറിച്ചു. ഇപ്പം പള്ളി തുറക്കാൻ ആർക്കും ആഗ്രഹമില്ല, ബാർ തുറക്കാൻ ഭയങ്കര സന്തോഷം കാത്തിരിക്കുക. എവനെയും ക്രിസ്ത്യാനി എന്നാണ് വിളിക്കണത്. ഇതാണ് അവസ്ഥ. കർത്താവ് എന്നാണ് ഈ ദേവാലയം തുറന്ന് കിട്ടുക എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ എണ്ണമാണോ, കർത്താവ് എന്നാണ് ഈ ബാറെന്ന് തുറന്ന് കിട്ടുക എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണമാണോ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാറ് തുറക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അതിനെന്താ അച്ഛനെന്താ? ഇതെല്ലാം അവസാനം ഇവിടെ തോന്നിവാസമായിട്ട് ജീവിക്കണവരും എങ്ങനെയെങ്കിലും കുടുംബം തേച്ച് കഴുകി ജീവിക്കണവനും അവസാനം കുടുംബമേ എന്നും പറഞ്ഞ് സമൂഹമേ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവനും അവസാനം കർത്താവ് ക്ഷമിക്കുമ്പോൾ എല്ലാം ഒരുപോലെ ആകല്ലേ. പിന്നെ നമ്മൾ നന്മ ചെയ്തിട്ട് എന്നാ കാര്യം? അങ്ങനെ ഡിസ്കറേജിലാകുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ നന്മ ചെയ്തിട്ട് അധൈര്യപ്പെടുന്നവരെക്കുറിച്ച് അവരുടെ ധൈര്യത്തിന് വേണ്ടിയാണ് ഈ സുവിശേഷ പ്രഭാഷണം വരാൻ പോകുന്നത്. അടുത്ത വചനങ്ങളിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് സ്തുതിക്കാം. യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവിന്റെ രൂപയെ നിറയണമേ, പരിശുദ്ധ രൂപയെ നിറയണമേ. ഹല്ലേലൂയ 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 ഉണർവിന്റെ ശക്തി അഭിഷേകമായി ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുന്നതിന് അനുവദിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷീബ. ഞാൻ കൊച്ചി രൂപതയിൽ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് ഇടവക അംഗമാണ്. ഞാൻ 2018 ആദ്യമായി ഉടമ്പടി എടുത്തിട്ടുള്ളത്. ഞാൻ 2022 ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ, സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2022 വരെ ഡെപ്യൂട്ടേഷനിൽ എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ എൻ്റെ പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പുനലൂരിലായിരുന്നു. എൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് പുനലൂരിലേക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു. അപ്പം വളരെയധികം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, ഒരു സൂപ്രണ്ട് എന്ന ജോലിയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. മാതാവേ, ഈ 2 വർഷം എനിക്കിനി സർവീസുള്ള കാലം നല്ല രീതിയിൽ നല്ല ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ നിന്ന് ജോലി ചെയ്ത് എൻ്റെ സർവീസ് പൂർത്തിയാക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഒരു സൂപ്രണ്ട് എന്ന നിലയിൽ ഞാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടേബിളിൽ എപ്പോഴും മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ ജോലി തുടങ്ങിയിരുന്നത്. ഓരോ ഫയൽ എടുക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കൃപാസന ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ 2024 വിജയകരമായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത്, അത് മാതാവിൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക് പോലും എൻ്റെ സർവീസിൽ ഉണ്ടാകാതെ എനിക്ക് റിട്ടയർ ചെയ്യാൻ സാധിച്ചു. അത് എൻ്റെ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ 2022 തിരിച്ച് പുനലൂർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ 2 ദിവസമൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയൊക്കെ യാത്ര ചെയ്ത് വരേണ്ടി വരും, രാവിലെ വെളുപ്പിനെയും യാത്ര ചെയ്തേണ്ടി വരും. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ യാത്രയിൽ എപ്പോഴും ഞാൻ മെഡൽ കുത്തിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. എന്നെ യാതൊരു ആപത്തും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബജീവിതവും എൻ്റെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ EPF പെൻഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. EPF പെൻഷൻ വളരെ തുച്ഛമായ ഒരു തുകയായിരുന്നു.
അത് റിട്ടയർമെൻ്റ് അടുത്ത് വന്നതോടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഈ പെൻഷൻ കൊണ്ട് എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോഴതിന് അതോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. EPF ഉയർന്ന പെൻഷന് വേണ്ടി 2023 സുപ്രീം കോടതിയുടെ വിധി വരികയും ഉയർന്ന പെൻഷൻ അനുവദിക്കുവാൻ ഉത്തരവാകുകയും ചെയ്തു. ഞാൻ മാതാവിനോട് അത് നിയോഗത്തിൽ വെച്ചിരുന്നു. എൻ്റെ റിട്ടയർമെൻ്റ് ആകുമ്പോൾ എനിക്ക് പുതിയ ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടണമെന്ന്. എന്നാലും പിന്നീടും അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കാൻ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ മാസത്തിൽ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ നിയോഗം വയ്ക്കുകയും 2024 അഖണ്ഡ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2024 ഞാൻ റിട്ടയർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ എനിക്ക് ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടി. ഇപ്പോൾ എനിക്ക് നല്ലൊരു തുകയായിട്ട് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇതെനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രയും നാൾ നടക്കാതിരുന്ന ഒരു കാര്യം എൻ്റെ റിട്ടയർമെൻ്റ് ആയപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരികയും അതിനനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുകയും ചെയ്തത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു EPFൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പ്രകാരം ഒരു ബാധ്യതയായിട്ട് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ഒരു തുക അവിടെ കെട്ടിവെക്കണമായിരുന്നു. അതിന് റിട്ടയർ ചെയ്ത് എല്ലാവരും പോകുമ്പോൾ ആ പൈസ നല്ലൊരു തുക അവിടെ അടച്ചു വെച്ചിട്ടായിരുന്നു സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നത്. അപ്പം ഞാനത് മാതാവിനോട് ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ മാതാവ് അത് നടത്തിത്തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തിട്ടും ഒന്നും തീരുമാനമാകാത്തത് കൊണ്ട് 2024 ഞാൻ ഇതുപോലെ അഖണ്ഡ ജപമാലയിൽ അതും നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് ഒരു കത്ത് പോവുകയും അതിന് മറുപടി ഉടനെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ 2024 ഞാൻ നവംബറിൽ റിട്ടയർ ചെയ്തപ്പം അതിനൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പം ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിലൊരു തീരുമാനം എടുക്കണം. ഞാൻ ഈ പൈസ അടച്ചിട്ട് എൻ്റെ ഗ്രാറ്റുവിറ്റി വാങ്ങണോ അതോ ഞാൻ അത് അടയ്ക്കാതെ വെയിറ്റ് ചെയ്യണോ? അതിനെനിക്ക് ഒരു തീരുമാനം മാതാവ് എനിക്കൊരു മെസ്സേജ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രകാരം എനിക്ക് ആ സമയത്ത് ഒരു അനുകൂലമായിട്ടൊരു വേറൊരു തീരുമാനം അറിയാൻ സാധിച്ചു. എനിക്ക് ഇൻകം ടാക്സ് ഞങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ 24-25 ഞാൻ പൈസ അടച്ച് വാങ്ങിയാൽ എനിക്ക് 1 ലക്ഷം രൂപയോളം ഇൻകം ടാക്സ് വരുമായിരുന്നു. എന്നാൽ ഞാനത് ഏപ്രിലാണ് എൻ്റെ തുക കൈപ്പറ്റുന്നതെങ്കിൽ എനിക്ക് ടാക്സ് ഒഴിവാക്കി കിട്ടുമായിരുന്നു. അപ്പം ഞാനതൊരു ടാക്സ് കൺസൾട്ടൻറ്റിനോട് സംസാരിച്ചപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയാൽ അത്രയും രൂപ ടാക്സ് ഒഴിവായി കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് ഇടപെട്ടിട്ടുള്ളതാണ്. 3 മാസം കൂടെ ഞാനത് നീട്ടി അടക്കാതിരിക്കാനായിട്ട് മാതാവ് അതിനുള്ളിൽ എന്തെങ്കിലും ഉത്തരവാകും, അതിനുവേണ്ടി മാതാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഇത്രയും രൂപ എനിക്ക് ഒഴിവാക്കി തന്നത് മാതാവ് തീർച്ചയായിട്ടും ഇടപെട്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ മാർച്ചായിട്ടും പിന്നെ തീരുമാനമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ഏപ്രിൽ 1-ാം തീയതി ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. അച്ഛൻ ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഡോക്യുമെൻറ്റ്സ് ബ്ലെസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കൊരു മെഡൽ തരികയും ചെയ്തു. ഞാൻ എല്ലാ ദിവസവും ആ മെഡൽ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സന്ധ്യാപ്രാർത്ഥന സമയത്തും മാതാവിനോട് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി വീണ്ടും അത് തീരുമാനം ഉടനെ ആകുമെന്ന് അറിയാൻ സാധിച്ചു. എന്നാൽ അത് വീണ്ടും ലാഗ് ചെയ്ത് പോയി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്താ ഇങ്ങനെ എനിക്ക് പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നു? എനിക്കൊരു ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, മാതാവ് ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ശാന്തമായിട്ടിരുന്നാൽ മതി, ഒരു തീരുമാനം എന്തായാലും ഉടനെ ആകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടു, ചില കാര്യങ്ങളിൽ ടൈം ലാഗ് വരുമ്പോൾ അത് നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് പരിഭവം പറയരുത്, അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണം. നിങ്ങൾ മാതാവിനോട് പരിഭ്രമിച്ചാൽ നിങ്ങൾ സോറി പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് സോറി പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എത്ര നാളായാലും എനിക്കൊരു തീരുമാനം, മാതാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്കിത് നടത്തി തരുമെന്ന് മാതാവ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ടൈം ലാഗ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു.
അങ്ങനെ ജൂണിലും ജൂലൈയിലും അത് നടന്നില്ല. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ബോർഡ് മീറ്റിംഗ് ഒരു ആദ്യത്തെ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അന്ന് ഉടമ്പടി പ്രാർത്ഥനയുള്ള ദിവസമാണ്. ഞാൻ അന്ന് രാവിലെ 10:30 മുതൽ ഉടമ്പടി പ്രാർത്ഥന കൂടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 3 മണിക്ക് എനിക്കൊരു മെസ്സേജ് വന്നു, ഞങ്ങളുടെ ഓർഡർ ആയിട്ടുണ്ട്, ഇനിയുള്ള ആരുടെയും ലയബിലിറ്റി അടയ്ക്കേണ്ട എന്നറിയാൻ സാധിച്ചു. അത് അന്ന് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ്. അന്ന് തന്നെ എനിക്ക് 3 മണിക്ക് മെസ്സേജ് വന്നു ഇങ്ങനെ അനുകൂലമായിട്ടൊരു ഉത്തരവായെന്ന്. പിന്നീട് അത് കിട്ടാൻ, ആ ഫണ്ട് കിട്ടാൻ പിന്നെയും വീണ്ടും 2 മാസത്തെ താമസം വന്നു. അപ്പം സെപ്റ്റംബറിൽ ഓണം ആയതുകൊണ്ട് കുറച്ച് ഷോർട്ടേജൊക്കെ വന്നതുകൊണ്ട് ഒക്ടോബറിലേക്ക് നീണ്ടുപോയി. അപ്പം ഞാൻ ഒക്ടോബർ 1-ാം തീയതി ഇവിടെ വരികയും മാതാവിൻ്റെ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവ് 7 ദിവസം ഈ ഒക്ടോബർ 7-ാം തീയതി എന്നൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുള്ളിൽ എനിക്ക് എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 6-ാം തീയതി എനിക്ക് കോൾ വന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ. ഞാൻ 7-ാം തീയതി പുനലൂർ ചെന്ന് എൻ്റെ ഗ്രാറ്റുവിറ്റിയുടെ ചെക്ക് കൈപ്പറ്റുകയും ചെയ്തു. അത് 2014 മുതൽ റിട്ടയർ ചെയ്തു പോയ ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും ഒരു വലിയ തുക അവിടെ ലയബിലിറ്റിയായി അടച്ചു വെച്ചിട്ടാണ് ആ തുക കൈപ്പറ്റിയിരുന്നത്. ആദ്യമായിട്ട് ഞാനാണ് ഒരു പൈസ പോലും ലയബിലിറ്റി ആയിട്ട് അടക്കാതെ ആ തുക കൈപ്പറ്റിയത്. മറ്റുള്ളവരെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്. അവരിനി കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർക്ക് ആ തുക കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് ചെയ്തു തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ മാതാവ് എനിക്കൊരുപാട് സംരക്ഷണം മാതാവിൻ്റെ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും മോളും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി വീഴുകയും, എന്നാൽ വൈറ്റിലയിൽ നിന്ന് പൊന്നുരുത്തിയിലോട്ട് പോകുന്ന സമയമാണ്. അവിടെ ഏറ്റവും ട്രാഫിക്കുള്ള സമയമാണ്. എന്നാൽ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യാതൊരു പോറലും ഏൽപ്പിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചു മാതാവ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ കൃപാസന മാതാവിൻ്റെ എണ്ണയും തേനും ഉപ്പുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, സാധാരണ ചെറിയ എന്ത് അസുഖത്തിനും. അതുകൊണ്ട് തന്നെ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പലരും എന്നോട് വന്ന് ചോദിക്കും, മാഡം അതൊന്നും ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്ന് തൈലവും തേനും ഒക്കെ നൽകുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ പുനലൂരായിരുന്നപ്പോൾ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി പേഷ്യൻസിനെ കാണുകയും അവിടുത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ പേഷ്യൻസിൻ്റെ അടുത്തും പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ചെറിയ സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഇവിടെയുള്ള അനാഥാലയത്തിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ കൂടുതലും അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ആയിരിക്കാനായിട്ട് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് ലോബിന റോബിൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കാരിച്ചാൽ തിരുക്കുടുംബ ദേവാലയംഗമാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 കുഞ്ഞിനെ ഡെലിവറി ആയിട്ട് വണ്ടാനത്ത് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. അതിനുശേഷം 2021 കൊറോണ സംബന്ധമായ വാക്സിനേഷന് വേണ്ടി ചേർത്തലയിൽ വർക്ക് ചെയ്യുമ്പം ഇതുവഴി പാസ് ചെയ്തപ്പം ജസ്റ്റ് ഇവിടെ വന്നിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ ഇന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് 2023 നവംബർ 19 മോൻ്റെ സംബന്ധമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും. ഒരിക്കലും ഇന്ത്യ വിട്ട് പുറത്ത് പോകുമെന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എത്തിയതിനു ശേഷം അമ്മ തന്നെ, ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു കൃപാസനം പേപ്പർ കിട്ടിയപ്പോൾ, അമ്മേ ഇതിൽ അയർലൻഡ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ഞാൻ അവിടെ അമ്മ എന്നെ അവിടെ എത്തിച്ചിരിക്കുമെന്ന് ഞാനിങ്ങനെ ഓർത്തു. അത് തുറന്നു നോക്കിയപ്പോൾ അയർലൻഡെന്ന് കണ്ടു. അതിനുശേഷം പ്രോസസ്സിങ് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ അയർലൻഡിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. നാടും വീടും ഒക്കെ വിട്ടു പോകുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും എല്ലാം മുടങ്ങിപ്പോകുമെന്ന്. പക്ഷെ അവിടെ നിന്ന് ചെന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഭയങ്കര ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ തിരിയിലാണെങ്കിലും
അമ്മ പ്രത്യക്ഷപ്പെടുകയും ആ തിരിയുടെ അകത്ത് തിരുഹൃദയം പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നല്ല സുഗന്ധമായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ പ്രാവശ്യത്തെ ജപമാല റാലിക്ക് അയർലൻഡിൽ നോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ എനിക്കായിരിക്കുവാനും ജപമാലയൊക്കെ ലീഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അനുഗ്രഹം അമ്മ തന്നു. ഇത്രയേറെ അനുഗ്രഹം അമ്മ എനിക്ക് തന്നെ. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാട്ടിലായിരിക്കുമ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തൊരു സ്റ്റാറുണ്ട്. ഞാൻ സ്റ്റാറിൽ നോക്കുമ്പം തറയിൽ ഇങ്ങനെ 4 എന്നുള്ളൊരു ഡേറ്റ് കാണുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, മിക്കവാറും 4-ാം തീയതി ആയിരിക്കും ഞാൻ അയർലൻഡിന് പോകുന്നതെന്ന് പറയും. എന്നെ കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീടിനടുത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരമ്മച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു, പപ്പടം വേണമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഏറ്റുമാനൂർ പോവാണ്, എനിക്കിപ്പം പപ്പടം വേണ്ട, എന്നാലും ചേച്ചി പറഞ്ഞല്ലേ ഒരു പപ്പടം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പപ്പടം എടുത്തുകൊണ്ടിരുന്നപ്പം ചേച്ചി വെച്ച്, മോളെ കൊന്ത ചെല്ലുവാണോ, ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് ആ ചേച്ചി പോയ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചേച്ചിയെ കാണാനില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാര്യം ആ ചേച്ചി ധരിച്ചിരുന്നൊരു നീല സാരിയിൽ ഗോൾഡൻ ഡോട്ടായിരുന്നു. അന്നാണ് എന്നെ ഏജൻസി വിളിച്ച് പറഞ്ഞ് എൻ്റെ വിസ വന്നെന്ന്. ഞാൻ വിസ കിട്ടി, ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ 4 എന്നുള്ള ഡേറ്റിലാണ് എനിക്ക് വിസ അടിച്ചിരിക്കുന്നത്. പരിശുദ്ധമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ. അതുപോലെ അയർലൻഡിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാധവനോട് പറയും, മാധവേ എനിക്ക് അമ്മയുടെ ഒരു പ്രസൻസ് തരുമോ എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും മഴവിൽ കാണാറുണ്ട്, ചെറിയ മഴവിൽ. അത് വലുതായിട്ട് വന്ന് അങ്ങനെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അത് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരിക്കുമ്പോഴും അയർലൻഡിൽ പോയപ്പോഴെല്ലാം പത്രം മേടിച്ചിട്ട് ഞാൻ അവിടെയുള്ള പള്ളികളിലും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ സ്റ്റാറ്റസൊക്കെ, അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഞാൻ സ്റ്റാറ്റസ് ആക്കുകയും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഐറിഷുകാരോട് ഞാൻ ഈശോയെക്കുറിച്ച് പറയുമായിരുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും, ലോക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു. വലിയ ഒരമ്മച്ചി വയ്യായിരുന്നു, അമ്മച്ചിക്ക് എണ്ണിക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ മാധവനെക്കുറിച്ച് പറഞ്ഞ ശേഷം ലോക്കറ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എണ്ണിക്കാൻ പറഞ്ഞപ്പം ആ അമ്മച്ചി എണ്ണിറ്റു. ആ വീട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കൃപാസനമാനെക്കുറിച്ച് ഞാൻ പത്രം അവർക്കെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിൽ ഞാൻ വന്നത് ജനുവരി 10-ാം തീയതിയാണ്. ഞാൻ എയർപോർട്ടിൽ നടന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ കയറി, കുടുംബമായിട്ട് കയറി മാധവനെ കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയത്. 11-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളെയും കൊണ്ട് ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥലത്ത്, കയ്യും കാലും ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ സ്ഥലത്ത് പോയി കേക്ക് കട്ട് ചെയ്യുകയും അവരോട് സന്തോഷമായിട്ടിരിക്കുകയും ചെയ്തു. അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് എന്നും ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ സാന്നിധ്യത്താൽ അമ്മ എന്നെ നടത്തിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി വരുന്നു. ഇവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നുള്ളൊരു വലിയൊരു സന്തോഷമാണ് ഞാനിവിടെ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാതാവിനെ എനിക്ക് എൻ്റെ കയ്യിൽ ഏറ്റുവാങ്ങാൻ പറ്റി. എൻ്റെ കയ്യിൽ 3 കിട്ടിയത്, 111. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 പേര് ഒന്നാണല്ലോ, അന്നേരം അമ്മയെ എനിക്ക് കിട്ടുമായിരിക്കും എന്ന് ചുമ്മാ മനസ്സ് വിചാരിച്ചുള്ളൂ. ശരിക്കും അമ്മയെ എനിക്ക് കിട്ടി. അമ്മയുടെ സ്നേഹവും സാന്നിധ്യം എന്നും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. അമ്മ ഒറ്റൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ കുടുംബം മൊത്തം എന്നും ഈശോയുടെ സാക്ഷ്യം, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യമായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ആവേ മരിയ. ദൈവത്തിന് ഒത്തിരി നന്ദി.